എന്ത് പെട്ടെന്നല്ലേ ഒരു വർഷമൊക്കെ അങ്ങോട്ട് പോയത്. കഴിഞ്ഞ വർഷത്തെ ഓണം ആഘോഷിച്ചത് ഇപ്പോഴും എന്നെ മനസ്സിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വർഷം ആവുന്നുണ്ട്. എൻ്റെ എൻഗേജ്മെന്റ് സെപ്റ്റംബർ 14-നായിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 14-നായിരുന്നു ഒന്നാം ഓണം. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ ഓണം എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. ആ ഒരു ഉത്രാട ദിവസമായിരുന്നു ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഇപ്രാവശ്യം ഉത്രാടത്തിന്റെ തലേ ദിവസമാണ് നമ്മൾ ഓണം ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഷോപ്പിങ്ങിന് വന്നപ്പോഴത്തേക്കാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ വർഷം ഷോപ്പിങ്ങിന് പോയതൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോണത്. ഒരു മാസം സത്യം പറഞ്ഞാൽ പോകുന്ന സ്പീഡ് എൻ്റെ പൊന്നെ പറയണ്ട. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഷോപ്പിങ്ങിന് എത്തിയിട്ടുണ്ട്. ഓരോ സാധനങ്ങളായിട്ട് എടുക്കുകയുണ്ടോ. വീട്ടിൽ നിന്ന് നമ്മളൊരു പേപ്പറിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വീട് എത്തുമ്പോഴത്തേക്കായിരിക്കും ആലോചിക്കുന്ന അയ്യോ പല സാധനങ്ങൾ വിട്ടുപോയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാം മേടിച്ച് ഇന്നങ്ങ് ഒതുക്കാന്ന് വിചാരിച്ചിട്ടാണ്. നാളെ ഞങ്ങൾ ക്ലീനിങ് ഡേ ആയിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. എങ്കിലും തിരുവോണത്തിന് വേണ്ടിയിട്ട് വീടെല്ലാം ഒന്നുകൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നേരെ സാധനങ്ങളൊക്കെ മേടിച്ച് വരുന്ന വഴിക്കാണ് എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് എത്തിയത്. ചോക്ലേറ്റ് ഒന്നുമല്ല, ഇപ്രാവശ്യം ലിപ്സ്റ്റിക് ആണ് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ നോക്കി കുറേ ഷെയ്ഡ് എനിക്ക് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി ഒന്നും എടുത്തില്ല. ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ് നോക്കി തന്നെ സെലക്ട് ചെയ്തു. ആ ഒരെണ്ണം നോക്കിയെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എത്ര നേരം അവിടെ നിന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എനിക്ക് കിട്ടിയ സന്തോഷത്തിൽ അതൊക്കെ മേടിച്ചിട്ട് നമ്മളിവിടെ നിന്ന് നേരെ ഇറങ്ങാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണ ഷോപ്പിംഗ് ഇവിടെ കഴിയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ നമുക്ക് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾക്കൊരു ടാറ്റയൊക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഓണ ഷോപ്പിങ്ങിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം.